അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നും അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നും മൃതദേഹങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ, നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും മാത്രം ലഭിച്ച് ആരുടേതാണ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലും അതുപോലെ പല രൂപത്തിലും ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഫുഖഹാ അതിൻ്റെ സംസ്കരണത്തെക്കുറിച്ച്, അതിൻ്റെ മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഒരു ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് നോക്കാം. അവിടെ ചില ജനാസകൾ വെള്ളത്തിൽ നിന്നും ലഭിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ പിന്നെ അതിനെ ജനാസ നിസ്കരിക്കാൻ കുളിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു ചോദ്യം. തുഫൈൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, അൽ അസഹുൽ മൻസൂസ് ഉജൂബു ഗുസ്ലിൽ ഗരീഖീന, മുങ്ങി മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. അല്ലാഹു അലം. ലിഅന്നാ മഅ്മൂറൂന ബിഗുസ്ലിഹി, നമ്മളോട് കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. നമ്മളോട് അല്ലാഹു തആല കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. വലാ യസ്ഖുതു അന്നാ ഇല്ലാ ബിഫഇലിനാ, അപ്പം നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമേ അത് ഒഴിവാകുള്ളൂ എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ലഭിച്ച ജനാസയാണെങ്കിൽ അത് കുളിപ്പിക്കൽ നിർബന്ധമാണ്. പിന്നെ കുളിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ ജീർണിച്ച ജനാസകൾ ഉണ്ടാകും, അത് കുളിപ്പിക്കാൻ കഴിയൂല. അങ്ങനത്തെ രൂപത്തിൽ ലഭിച്ചതാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ശുദ്ധി വരുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തയമ്മം ചെയ്യും. ആ രൂപത്തിൽ ആ ജനാസയെ തയമ്മം ചെയ്യിപ്പിച്ച് കൊടുത്തിട്ട് മയ്യത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് ഫുഖഹാ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അങ്ങനെ തയമ്മം ചെയ്യിപ്പിക്കാനും കഴിയാത്ത രൂപത്തിൽ ഇന്നൊക്കെ ഇപ്പൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനാസ, അതിനും കഴിയാത്ത രൂപത്തിലായ ജനാസകളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ അതിനും കഴിയൂല എന്നുണ്ടെങ്കിൽ പിന്നെ അതേ രൂപത്തിൽ മറവ് ചെയ്യുകയല്ലാതെ നിവർത്തില്ല. അങ്ങനെ മറവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു വിഷയം, ശരീരങ്ങളുടെ പല ഭാഗങ്ങളും ലഭിക്കുന്നുണ്ട്. ആരെന്താണ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ജനാസയുടെ കൈ ലഭിക്കുന്നുണ്ട്, കാല് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പല ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, തുടയുടെ ഭാഗങ്ങൾ, അങ്ങനെ ഒരുപാട് ശരീരത്തിൻ്റെ അരേഖിപ്പെട്ട് ദറക്ക് മെയ്തെ, അങ്ങനെ പല ഭാഗങ്ങളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജനാസയെക്കുറിച്ച് തുഫൈൽ പറയുന്നത്, വലൗ ഉജിദ ഉളവു മുസ്ലിമിൻ ഉലിമ മൗത്തുഹു, എന്നാൽ സ്വല്ല അലൈഹി, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഒരു അവയവം ലഭിച്ചാൽ, ഉലിമ മൗത്തുഹു, അവൻ മരിച്ചു എന്ന് ഉറപ്പാണ്, ആ രൂപത്തിലുള്ള ഒരു അവയവം ലഭിച്ചാൽ സ്വല്ല അലൈഹി, അവൻ്റെ മേലിൽ നിസ്കരിക്കണം. ഉജൂബൻ, നിർബന്ധമായിട്ടും നിസ്കരിക്കണം എന്ന്. കമാ ഫഅലഹു അസ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ലിമാ ഉൽഖിയ അലൈഹിം ബിമക്കത ത്വാഇർ യദു അബ്ദുറഹ്മാൻ ബിൻ തബ് ബിൻ ഹുസൈദ് എന്ന സ്വഹാബിയുടെ ഒരു കൈ മക്കയിലെ ഒരു പക്ഷി കൊണ്ടുവന്നിട്ടു. വഖഅത്ത് അയ്യാമു ജമൽ യുദ്ധം നടക്കുന്ന സമയത്ത്. അങ്ങനെ ആ ജനാസ വഅറഫൂഹാ ബിഖാതമിഹി, അദ്ദേഹത്തിൻ്റെ മൂതരം കണ്ടിട്ട് സ്വഹാബത്ത് അതിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ അതിനു വേണ്ടി ജനാസ നിസ്കരിച്ചു എന്നതാണ് ഫുഖഹാ തെളിവ് പറയുന്നത്. അപ്പോൾ ഒരു സ്വഹാബിയുടെ, മഹാനായ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബിയുടെ ജനാസ, അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ലഭിച്ചു. ആ കൈ കൊണ്ടുപോയി
ആ കൈ കഴുകി എന്നിട്ട് അതിനെ കുളിപ്പിച്ചു. എന്നിട്ട് അതിനെ ജനാസ നിസ്കാരം സ്വഹാബത്ത് നിസ്കരിച്ചു. അത് അവരുടെ കൈയാണ് എന്നറിഞ്ഞത് അവരുടെ മൂതരം കണ്ടിട്ടാണ്. മഹാനവറുകൾ മരിച്ചു എന്നുറപ്പായി. കാനു അറഫോ മൗത്തഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ മരിച്ചു എന്നുള്ള കാര്യം അവർക്ക് അദ്ദേഹത്തിൻ്റെ കാനു സഹാബത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞ ആളുകളായിരുന്നു. അപ്പം അതുകൊണ്ട് സ്വഹാബത്ത് മരിച്ചു എന്നറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കരിച്ചു. അപ്പം അങ്ങനെ കൈകൾ, കാലുകൾ പോലെയുള്ള അവയവങ്ങൾ ലഭിച്ചാൽ ആ അവയവങ്ങൾ ശുദ്ധിയാക്കുകയും ഒരു ശീല കൊണ്ട് പൊതിയുകയും എന്നിട്ട് അതിൻ്റെ മേൽ സതറഹു ബിഖർഖത്തിൻ, എന്നിട്ട് അത് മറവ് ചെയ്യുകയും നിസ്കരിക്കുകയും ആ ജനാസയുടെ മേൽ നിസ്കരിക്കുക. ഇന്ന ആളുടെ കൈയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, മുസ്ലിമായ ആളാണെന്ന് തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ മേലിൽ ജനാസ നിസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് അവയവങ്ങൾ ലഭിച്ചാലുള്ള ജനാസസ്കാരം. ഒരുപാട് ആളുകളുടെ അവയവങ്ങൾ അവിടുന്ന് ലഭിക്കുന്നുണ്ട്. കൈകളും കാലുകളും ഒക്കെ ആയിട്ട് പല ഭാഗങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആൾ മരിച്ചോ എന്നറിഞ്ഞാൽ മാത്രമേ ജനാസ നിസ്കരിക്കേണ്ട ആവശ്യമുള്ളൂ, ജനാസ നിസ്കരിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ആളുകളുടെ മേലിൽ, കാണാതായ ആളുകളുടെ മേലിൽ ജനാസ നിസ്കാരം ഇല്ല എന്നുള്ളതാണ് ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.